ഹലോ എവരിവൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരിയുടെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോകത്തെ ഒരു മനോഹര നഗരമായ കേപ്പ് ടൗണിനെ കുറിച്ചാണ്. അതെ, ഇതുവരെയുള്ള എൻ്റെ വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേക്ക്. പിന്നത്തേക്ക് വെച്ചാൽ എങ്ങാനും മറന്നുപോയാലോ? ദക്ഷിണാഫ്രിക്കയുടെ വടക്ക് കിഴക്കൻ കരയിൽ സ്ഥിതി ചെയ്യുന്ന കേപ്പ് ടൗൺ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ നഗരവും പടിഞ്ഞാറൻ കേപ്പിൻ്റെ പ്രാദേശിക തലസ്ഥാനവും ദക്ഷിണാഫ്രിക്കയുടെ നിയമനിർമ്മാണ തലസ്ഥാനവുമാണ്. പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ട് പ്രശസ്തമായ കേപ്പ് ടൗൺ അറ്റ്ലാന്റിക് സമുദ്രത്തോടും ഇന്ത്യൻ സമുദ്രത്തോടും ചേർന്നു കിടക്കുന്നു. ടേബിൾ മൗണ്ടൻ പർവ്വതനിരയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിലെ കാലാവസ്ഥ വേനൽക്കാലത്ത് മിതമായ ചൂടും ശൈത്യകാലത്ത് നല്ല തണുപ്പുമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു. അനേകം പ്രകൃതിദത്ത ആകർഷണങ്ങളാൽ വിനോദസഞ്ചാരികൾക്ക് പ്രിയമാണ് ഈ നഗരം. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കേപ്പ് ടൗൺ. വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർ ഫ്രണ്ട് നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഷോപ്പിംഗ്, ഡൈനിങ്, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ഇവിടെ വളരെ പ്രസിദ്ധമാണ്. വ്യത്യസ്തമായ ഭവന സമുച്ചയങ്ങൾ നിറഞ്ഞ ഒരു മേഖലയായ ബോക്കാപ്പും നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ള പ്രശസ്ത രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരുന്ന റോബൻ ഐലൻഡും സന്ദർശകർക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. റോബൻ ഐലൻഡിലെ ജയിൽ ഇന്ന് ലോക പൈതൃക കെട്ടിടമാണ്. കേപ്പ് ടൗണിൻ്റെ തലവര മാറുന്നത് 1652 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഒരു വാണിജ്യ കേന്ദ്രം തുടങ്ങുന്നതോടെയാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ കേപ്പ് ടൗൺ കൈക്കലാക്കി. നഗരത്തിലെ പുരാതന ശില്പങ്ങളും കെട്ടിടങ്ങളും സമ്പന്നമായ സംസ്കാരത്തെയും ചരിത്രത്തെയും പ്രതിഫലിപ്പിക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയിലേക്കും ഇന്ത്യയിലേക്കും മറ്റു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പോകുന്ന കപ്പലുകൾക്ക് യാത്രക്കിടയിൽ ആവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി കേപ്പ് ടൗൺ മാറി. കേപ്പ് ടൗണിൻ്റെ പ്രകൃതി ആരെയും അതിശയിപ്പിക്കുന്നതാണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ടേബിൾ മൗണ്ടൻ കേപ്പ് ടൗണിൻ്റെ സുപ്രധാനമായ ലാൻഡ്മാർക്കാണ്. വിനോദസഞ്ചാരം, കൃഷി, മത്സ്യബന്ധനം, പെട്രോ കെമിക്കൽസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക സാമ്പത്തിക രംഗത്തും കേപ്പ് ടൗൺ ഏറെ മുന്നിലാണ്. (2021) കണക്ക് പ്രകാരം കേപ്പ് ടൗണിൻ്റെ ജനസംഖ്യ ഏകദേശം 4.6 ദശലക്ഷമാണ്. ഒരു മതേതര നഗരമായ കേപ്പ് ടൗണിൽ വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങളും മതങ്ങളുമുള്ള ജനവിഭാഗങ്ങൾ ഐക്യത്തോടെയാണ് വസിക്കുന്നത്. വാട്സപ്പിലൂടെ ഇപ്പോഴും പ്രചരിക്കുന്ന 0 ഡേ വാർത്തയുടെ നിജസ്ഥിതി ഇതാണ്. 2015 മുതൽ നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയാൻ തുടങ്ങിയതോടെയാണ് ആ സത്യം ലോകം തിരിച്ചറിയാൻ തുടങ്ങിയത്. ഒരു തുള്ളി ജലം പോലും ഇല്ലാത്ത നഗരമായി കേപ്പ് ടൗൺ മാറാൻ പോകുന്നു. 0 ഡേ എന്നറിയപ്പെടുന്ന ജലരഹിത ദിനത്തിലേക്ക് എത്താതെ ഈ ദക്ഷിണാഫ്രിക്കൻ നഗരം ഒരു വിധത്തിലാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. 2017 മധ്യം മുതൽ 2018 മധ്യം വരെയാണ് നഗരത്തിൽ ജലലഭ്യത ഏറ്റവും രൂക്ഷമായത്.
കേപ്പ് ടൗൺ യൂണിവേഴ്സിറ്റി ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ഉന്നതമായ സർവകലാശാലകളിൽ ഒന്നാണ്. ഈ നഗരത്തിൽ നിരവധി വിദ്യാലയങ്ങൾ, കോളേജുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയും ഉണ്ട്. കേപ്പ് ടൗണിൻ്റെ നഗരവാസ മേഖലകൾ വ്യത്യസ്തമായ ജീവിത ശൈലികൾക്ക് അനുയോജ്യമായ വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. മികച്ച റോഡ്, റെയിൽ, ബസ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കേപ്പ് ടൗൺ അന്താരാഷ്ട്ര വിമാനത്താവളം ആഗോളതലത്തിൽ മികച്ച ബന്ധമുണ്ടാക്കുന്ന ഒരു പ്രധാന ഹബ്ബ് കൂടിയാണ്. ഈ നഗരം അതിൻ്റെ പ്രാദേശിക വൈവിധ്യം, പ്രകൃതി രമണീയത, സാംസ്കാരിക സമ്പന്നത, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ കൊണ്ട് ലോക പ്രശസ്തമാണ്. സഞ്ചാരികളെ എക്കാലവും ആകർഷിക്കുന്ന സവിശേഷതകൾ നിറഞ്ഞ ഒരു നഗരമാണ് കേപ്പ് ടൗൺ എന്നതിൽ സംശയമില്ല. ഈ യാത്രാവിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. Thanks for watching. Goodbye.